മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഈ ആഴ്ചത്തെ കിച്ചൺ ടീമിലുള്ളവരാണ് അഭിലാഷ്, അനു, സാബുമാൻ, നെവീനൊക്കെ. എന്നാൽ അഭിലാഷും അനുമോളും ഫുൾ ടൈം കിച്ചണിൽ തന്നെയായിരിക്കും. രണ്ടുപേരും തമ്മിൽ നല്ലൊരു ബോണ്ടൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ എന്തോ എടുക്കാൻ വേണ്ടി നമ്മുടെ അഭിലാഷ് അനുമോളെ എടി അനു എന്ന് വിളിച്ച് അതെവിടെയാണെന്ന് ചോദിക്കുന്നു. ഉടനെ അനുമോള് പറയുന്നു, ചേട്ടാ എന്നെ എടി എന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് അനുമോൾ അഭിലാഷിനോട് പറയുന്നു. പെട്ടെന്ന് അഭിലാഷിനത് ടിഗറാകുന്നു. അഭിലാഷ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് അനുമോളോട്. എന്നിട്ട് പറയുന്നത്, നിനക്ക് എടിയെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, അത് നീ ഇപ്പോൾ പറഞ്ഞു. ഞാനിനി നിന്നെ എടിയെന്ന് വിളിക്കത്തേയില്ല, പേര് മാത്രമേ വിളിക്കുകയുള്ളൂ. ഇനി എപ്പോഴെങ്കിലും നീ എന്നെ എടാന്ന് വിളിച്ചാൽ ഞാൻ പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും. അന്ന് ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് നമ്മുടെ അഭിലാഷ് ചൂടായി അനുമോളോട് പറയുന്നു. പക്ഷെ രാവിലെ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിന്നതാണ്. ചിലപ്പോൾ അനുമോൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഈ അഭിലാഷ് എടി എന്ന് വിളിക്കുന്നത്. പിന്നെ അഭിലാഷിന് കുറച്ച് എടി വിളി കൂടുതലുമാണ്. ഇന്നലെയും ജിസേലിന് സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടായപ്പോഴും അഭിലാഷ് ജിസേലിനെയും എടി എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് നൂറയാണ് നമ്മുടെ അഭിലാഷിനെ കൺട്രോൾ ചെയ്തതും. വായിൽ നിന്ന് വരുന്ന വാക്ക് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നൂറ പിടിച്ചിരുത്തിയിരുന്നു അന്ന്. അതുകൊണ്ട് ഇന്നലെ അതൊരു വലിയ പ്രശ്നമായില്ല. അഭിലാഷ് വഴക്കുണ്ടാക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും കുറച്ച് എടി വിളി കൂടുതലാണ്. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. അനുമോൾക്ക് ചിലപ്പോൾ പേഴ്സണലി അങ്ങനെ എടി എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബ്രദറിനെ പോലെ കണ്ടതുകൊണ്ടാവാം അനുമോള് ചേട്ടാ എന്നെ ഇനി അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അനുമോൾ അങ്ങനെ പറഞ്ഞത് അഭിലാഷിന് പെട്ടെന്ന് ടിഗറായി. എന്നിട്ട് അഭിലാഷ് പറയുന്നത്, നിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചത് നോർമലായിട്ട് വിളിച്ചതാണ്, അല്ലാതെ ദേഷ്യത്തിലൊന്നും വിളിച്ചതല്ല. അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇനി എടിയെന്ന് വിളിക്കില്ല, പേര് മാത്രമേ വിളിക്കുള്ളൂ. ഞാനത് ശ്രദ്ധിച്ചോളാം. പക്ഷേ എന്നെ ഇനി മേല എടാന്ന് വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ദേഷ്യത്തിനാണെങ്കിലും ശരി, തമാശയ്ക്കാണെങ്കിലും ശരി, എടാ എന്ന് വിളിച്ചാൽ ഞാൻ പൊട്ടും. അന്ന് എൻ്റെ വായിൽ തോന്നുന്നതെല്ലാം ഞാൻ നിന്നെ വിളിക്കുമെന്നാണ് അഭിലാഷ് ഇപ്പോൾ നമ്മുടെ അനുമോളോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.